കളർ കണ്ടോ, പെറ്റ്സായിട്ട് കോക്രോച്ചസ് ഉണ്ട് കൂടെ. ഫൈനലി തപ്പി നടന്ന് കിട്ടി. ഇതന്നെ വൃത്തിയാക്കുന്നത് ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്. എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ അരിച്ച വെണ്ടയ്ക്ക? അപ്പൊ ഒരാളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കേണ്ടി വന്നു. വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. അപ്പൊ ആളാരെന്ന് കാണിച്ചു തരാം. രണ്ടുപേരെയും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കേണ്ടി വന്നു. കാരണം വീട്ടിനകത്താണെങ്കിൽ ഇവന്മാർ കുറച്ച് മെസ്സിയാണ്. കഴിച്ച സാധനങ്ങളെല്ലാം താഴെ ഇടും. അപ്പോൾ കോക്രോച്ചസ് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. എങ്ങനെയുണ്ട് പുതിയ കേജ്? പറയാ കൊള്ളാന്ന്. ആക്ച്വലി പുറത്ത് വന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്. ഞങ്ങളുടെ രണ്ടുപേരെ എന്റെയും അഞ്ജലിയുടെയും ശബ്ദം കേട്ടോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അപ്പം ഈ കോർണറിൽ, ഇത്രയും വലിയ കേജിന്റെ ഈ കോർണറിൽ വന്ന് നിന്ന് ഈ വിൻഡോയിലൂടെ നോക്കി നിൽക്കും. ആള് പാവ ആക്ച്വലി. ബട്ട് ഓപ്ഷൻ ഇല്ല, എന്ത് ചെയ്യാനായിട്ടാ. ഒരു ദിവസം കൊണ്ട് എന്തുമാത്രം വൃത്തിയേടാക്കി നോക്കി. ഞാൻ ഇതുവരെ ഇവന്മാർ ആക്ച്വലി പുറത്ത് വെച്ചിട്ടില്ല. അപ്പോഴത്തേക്കും കുറച്ച് തണുപ്പെടുക്കുന്നുണ്ട്. അതുമല്ല പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഇവന്മാർക്ക് ആക്ച്വലി ഞാൻ യു വി ലൈറ്റ് വെച്ചു. ഇപ്പം ഇത് ആക്ച്വലി 13 UV ലൈറ്റ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇവന്മാർക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ഇവന്മാരെ പുറത്താക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഓരോ ഓപ്ഷനും ഇല്ല. വീട് മൊത്തം മെസ്സിയാക്കും. കാരണം ആ സീഡ് എല്ലാം കഴിച്ചിട്ട് അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും. ആ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് ഇവന്മാർ പുറത്തിടും. അപ്പോൾ അത് തിന്നാനായിട്ട് കോക്രോച്ചസ് വരാൻ തുടങ്ങി. ഇപ്പോൾ പെറ്റ്സായിട്ട് കോക്രോച്ചസ് ഉണ്ട് കൂടെ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി അവന്മാരെ പുറത്താക്കേണ്ടി വന്നു. വേറൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ഒരു പ്രശ്നമുള്ള ഇവന്മാർക്ക് തണുപ്പായി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അതാണ് ഞാൻ ഹീറ്റർ വെച്ചത്. ലൈറ്റിന്റെ ഹീറ്റർ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതും വെച്ചിട്ടുണ്ട്. ഇതും സ്ലൈഡ് ചെയ്ത് താഴെ ഇടും. അപ്പോൾ തണുപ്പത്ര വരില്ല. ബട്ട് സിൻസ് രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് രണ്ടുപേരെ ഞാൻ പുറത്ത് കിടത്താറില്ല. ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ബാസ്ക്കറ്റിനകത്താക്കി വീട്ടിനകത്ത് തന്നെ വയ്ക്കാറ്. ഇന്ന് വേറൊരു ജോലി കൂടെ ഉണ്ട്. കാറ് കഴുകണ്ടേ. ഗുരുവായൂർ പോയിട്ട് വന്നു, വണ്ടി മൊത്തം ചെളിയാണ്. ആക്ച്വലി ഓൾമോസ്റ്റ് 1000 കിലോമീറ്റേഴ്സ് മുകളിലായി. അപ്പോൾ അടുത്ത ജോലിയാണ് വണ്ടി കഴുകുക എന്നുള്ളത്. അങ്ങനെ കാറിൻ്റെ അടുത്ത് എത്തി. ഉദ്ദേശിച്ച് അത്ര ചെളിയായില്ല. ഞാൻ വിചാരിച്ചു നല്ല ചെളിയായെന്ന്. എന്നാലും ചെളിയായി ഗൈസ്. വണ്ടിയുടെ ലുക്ക് കണ്ടില്ല. ഇതുപോലെ വണ്ടി കാണുമ്പോൾ ഒരു സങ്കടം ആക്ച്വലി. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല, അതും കാണിച്ചു തരാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ 2 ബൈക്ക്. രണ്ടും KTM ആണ്. ഇത് ഡ്യൂക്ക് 200, അത് KTM 390 അഡ്വഞ്ചർ. അപ്പോൾ ഒരു റൈഡർ ആയിരുന്നു, അതിൽ നിന്നും കൺവേർട്ടായി ഇപ്പോൾ ഒരു ഡ്രൈവറായി. അപ്പോൾ ഇനി ഒട്ടും സമയമില്ല ഗൈസ്. ആദ്യത്തെ പ്രൊസീജിയർ കാർ ക്ലീൻ ചെയ്യാം. അപ്പോൾ മൊത്തം കാർ ക്ലീൻ ചെയ്യണത് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അതെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. തളർന്നു ഗൈസ്. അങ്ങനെ ഞാൻ വണ്ടി കഴുകി കഴിഞ്ഞു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് 3M കോമ്പൗണ്ടാണ്. ആക്ച്വലി PPF ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും കുറച്ച് ഷൈന് കിട്ടാനായിട്ട് ഞാൻ 3M കോമ്പൗണ്ട് കൊണ്ട് ഒന്ന് തുടയ്ക്കും. അപ്പോൾ നല്ല ഷൈനി ആയിരിക്കും. കാർ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു പണിയാണ് ഗൈസ്. അതുപോലെ സ്വന്തം കാറാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല വൃത്തിയാ ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ മൊത്തം ഇപ്പോൾ കാർ ക്ലീനായി. ആൻഡ് ഫൈനലി ഡാഷ് ബോർഡും നല്ല വെണ്ണം 3M ഇവിടെ പോയി സാധനം പുറത്താണെന്ന് തോന്നുന്നു. ഓക്കെ, 3M ഡാഷ് ബോർഡ് ക്ലീനർ വെച്ച് മൊത്തം വൈപ്പ് ചെയ്തു. മൊത്തം ഡാർക്കായി ഇപ്പോൾ. ആൻഡ് ഫൈനൽ ഒബ്ജക്റ്റീവാണ് ശിവനെ നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാച്യു ഡാഷ് ബോർഡിൽ വയ്ക്കുക എന്നുള്ളത്. സോ അതിനു വേണ്ടിയാണ് മൊത്തം കാർ ക്ലീൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന് വയ്ക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച ആദിയോഗിയുടെ സ്റ്റാച്യു ആണ് ദേ ഇത്. ഫൈനലി തപ്പി നടന്ന് കിട്ടി. അപ്പോൾ ഇത് ഡാഷ് ബോർഡിൽ വയ്ക്കാൻ പോയപ്പോൾ അങ്ങനെ ആദിയോഗി സ്റ്റാച്യു ഫിക്സ് ആയി. ആക്ച്വലി കുറച്ച് പാടായിരുന്നു. പിന്നെ 3 ലെയർ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെരുന്നു ലുക്കല്ലേ. 3 മണിക്കൂറത്തെ ജോലിയാണ് വണ്ടി കഴുകുക എന്നുള്ളത്. ഇപ്പൊ കഴുകി റെഡിയായി, കുട്ടപ്പനായി. വണ്ടി കഴുകി കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെള്ളമൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അപ്പോൾ 2-3 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗുഡ് എയറിന്റെ എയർ പ്യൂരിഫയർ ആണ്. ആൻഡ് ഇവിടെ എൻ്റെ ഡാഷ് ക്യാം ആണ്. പിറകിലും ഡാഷ് ക്യാം ഉണ്ട്. ഇത് ORVM. ആൻഡ് അവിടെ ആദിയോഗി ഫിക്സ് ചെയ്തു. സ്ട്രോങ് ആയിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളവും. ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ മൊത്തം ക്ലീനായി. ആക്ച്വലി ഞാൻ ഇപ്പോഴും വണ്ടിയുടെ കവർ ഇളക്കിയിട്ടില്ല. ഈ കവർ പ്രോപ്പറായിട്ട് ഫിറ്റിംഗ് ആണ് സീറ്റിന്. അപ്പോൾ ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇളക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ഇരിക്കുമ്പോഴും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇളക്കാത്തത് ഇതുവരെയായിട്ടും. എന്തു പറഞ്ഞാലും ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അതും സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് ഡിഫറെന്റ് ലെവലിലായിരിക്കും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വണ്ടിയോടുണ്ട് എപ്പോഴും. അതുപോലെ എന്റെ ഫണ്ടാണ് ഞാൻ എത്രമാത്രം വണ്ടിയെ സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ച് വണ്ടിയെ സ്നേഹിക്കുന്നു. ആക്ച്വലി എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഡ്യൂക്ക് കൊണ്ട് ഒരിക്കലും പോകാൻ പറ്റാത്ത വഴികളിലൂടെ ഞാൻ ലോങ് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ആദ്യം ആ KTM ഡ്യൂക്ക് 200 അതൊരു ഡിഫറെന്റ് ഫീൽ തന്നെയായിരുന്നു. ഞാൻ ഇത്ര മാത്രം ലോങ് ഡ്രൈവ് സൗത്ത് ഇന്ത്യ മൊത്തം ഞാൻ കറങ്ങിയിട്ടുണ്ട്. അതുവഴി ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച വഴികളിലൂടെയൊക്കെ ഞാൻ KTM ഡ്യൂക്ക് 200 കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാലും ഞാൻ എത്രമാത്രം റെസ്പെക്ട് വണ്ടിക്ക് കൊടുക്കുന്നു അതുപോലെ ആ റെസ്പെക്ട് വണ്ടി തിരിച്ചും തരാറുണ്ട്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻലൈനും. അത്രമാത്രം റെസ്പെക്ട് ഞാൻ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ, ഞാൻ ഉള്ളത് തുറന്നു പറയാം, ആക്ച്വലി ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ആദ്യമായിട്ട് വാങ്ങുന്ന കാറാണ് എൻലൈൻ. അപ്പോൾ ഇൻ ടോട്ടൽ ഞാൻ അറൗണ്ട് 3000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. അത് 2540 കിലോമീറ്റർ ഈ വണ്ടിയുമായിട്ടാണ്. അതുപോലെ ഇതുവരെ എന്താണ് ഹൈവേയിൽ പോയി, ലോങ് ഡ്രൈവ് പോയി, എല്ലാം പോയി, വാങ്ങിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. പക്ഷെ ഇതുവരെ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടായിട്ടില്ല. ടച്ച് വുഡ്, ഇനി ഉണ്ടാകാൻ സമ്മതിക്കുകയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. കാരണം ബാംഗ്ലൂരിലാണ് ഏറ്റവും പ്രശ്നം. എത്രമാത്രം കോഷ്യസ് ആയിട്ടിരുന്ന് വണ്ടി ഓടിച്ചാലും എന്താണ് ആളുകൾ വന്ന് മുമ്പിൽ ചാടും. ഞാൻ ഇത്രയും കോഷ്യസ് ആയിട്ട് എല്ലായിടം നോക്കി പ്രോപ്പറായിട്ട് വണ്ടി ഓടിച്ചിട്ടും എത്ര തവണ ഓട്ടോക്കാരും എന്താ പറയാ സ്കൂട്ടറുകാരും മുൻപിൽ വന്ന് ചാടിയിട്ടുണ്ടെന്ന് അറിയോ. ബട്ട് ഞാൻ കേരളത്തിൽ ഗുരുവായൂർ പോയപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഇങ്ങനെ ആയിരിക്കും. ബാംഗ്ലൂർ കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ് കേരളത്തിന്റെ ഡ്രൈവിംഗ് കൾച്ചർ. റോഡ് നാരോയാണ് അത്. ബട്ട് ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തില്ല. ആളുകളെല്ലാം നല്ലൊരു തന്നെ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് കേരളത്തിൽ അത്ര ഹോൺ യൂസ് ചെയ്തതായിട്ടും തോന്നിയില്ല. കാരണം ബാംഗ്ലൂരിൽ മുമ്പിൽ ട്രാഫിക് ആണെങ്കിൽ കൂടെ ചുമ്മാ പറയിക്കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നിയില്ല. നല്ല ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു കേരളത്തിന്റെ ഡ്രൈവിംഗ് കൾച്ചർ. അതുപോലെ ബാംഗ്ലൂർ നന്നായിരുന്നെങ്കിൽ എളുപ്പമായാല്. ഞാൻ എപ്പോൾ വണ്ടി കഴുകിയാലും ആക്ച്വലി എഞ്ചിൻ ബേ തുടയ്ക്കും. ഞാൻ ആക്ച്വലി എഞ്ചിൻ ബേയിൽ വെള്ളം ഒഴിക്കാറില്ല, ഒട്ടും വെള്ളം ഒഴിക്കാറില്ല. കുറച്ച് നനഞ്ഞ തുണിയിൽ ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. അതാണ് ഇത്ര ക്ലീൻ ആയിട്ടിരിക്കുന്നത് സംഭവം. അപ്പോൾ ഇത്രയും നേരത്തെ അധ്വാനം എന്തായെന്ന് കാണിച്ചില്ലല്ലോ. വണ്ടി കുട്ടപ്പനായി. ഞാൻ ആക്ച്വലി PPF ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഞാൻ 3mm കോമ്പൗണ്ട് ഇടും. അപ്പോഴത്തേക്കും കുറച്ച് ഷൈനി ആയിട്ടിരിക്കും. ഞാൻ ആക്ച്വലി ഈ പോർഷനിലും ഡാഷ്ബോർഡ് ഷൈനർ യൂസ് ചെയ്താൽ ഷൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എൻ്റെ പോലെ വണ്ടി ക്ലീൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഒന്ന് കയറിയില്ല, രണ്ടുപേര് വിളി തുടങ്ങി. എന്താണ് കാര്യം? പറ, എന്താണ് കാര്യം? തണുപ്പില്ലല്ല, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? ആരാമായിട്ടിരിക്കൂ. നീ തന്നെ വൃത്തിയിടാക്കുന്നത്. നീറ്റായിട്ട് വെച്ചിരിക്കുന്ന കുഴപ്പമില്ലായിരുന്നല്ലേ, വൃത്തിയിടാക്കി. ആൾ ആക്ച്വലി നല്ല ഫ്രണ്ട്ലിയാണ്. രണ്ടുപേരും നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം ചെറുതായിരുന്ന പോലെ എടുത്തു വളർത്തില്ല. അപ്പോൾ രണ്ടുപേരും നല്ല കൂടെ നിൽക്കും. പക്ഷെ രണ്ടുപേരും നഖവും വളർന്നു. ആക്ച്വലി കട്ട് ചെയ്യണം. അവിടെ ഇരി, രാത്രിയാകുമ്പോൾ ആത്ത് കയറ്റാം. ഓക്കെ. ആപ്പിൾ തന്നില്ലേ? കഴിച്ചാ? ആപ്പിൾ കഴിച്ചാ? ഐഫോണിൻ്റെ ക്യാമറയാണ്. ഒരു കളർ കണ്ടോ? നോക്കണുണ്ടോ? ഇപ്പോഴത്തേക്ക് രണ്ടാളും പുറത്തിരിക്ക്, ഞാൻ വാലടയ്ക്കാൻ പോവാണ്. ഒരു ദിവസം എന്തൊക്കെ കാര്യമില്ല ചെയ്തത്. ഇന്നലെ ഈ സമയത്ത് ഗുരുവായൂരായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ വന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് അതിനുശേഷം രാവിലെ ജോലിക്ക് കയറി ലോഗൗട്ട് ചെയ്തു. ആ വണ്ടി കഴുകി അവന്മാരെ മെയിൻറ്റെയിൻ ചെയ്തു. ഒത്തിരി പണിയാണ്. അപ്പോൾ അതാ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞില്ല, ഇനി കുക്ക് ചെയ്യണം കുറച്ച്. അത് നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഈ 3 സാധനങ്ങളാണ് ഞാൻ കാർ വാഷിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് മാഗ്നത്തിന്റെ ഡാഷ്ബോർഡ് ഷൈനർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി നല്ല പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാഷ്ബോർഡ് ഷൈനർ വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ കോമ്പൗണ്ട് യൂസ് ചെയ്യാറുള്ളത് 3M കോമ്പൗണ്ടാണ്. ഒരു ഷൈന് കിട്ടാനായിട്ട് വണ്ടി കഴുകിയതിനു ശേഷം പുതിയതായിട്ടിരിക്കും. അതിനുശേഷം ഇതാണ് 3M കാർ വാഷ്. ഞാൻ ഗൂഗിളും യൂട്യൂബും മൊത്തം പരത്തി അതിനുശേഷം കിട്ടിയ 3 പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാൻ ആക്ച്വലി വണ്ടി കഴുകാൻ 3 തവണ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചു. അതായത് തന്നെ വണ്ടി കഴുകാനായിട്ട് 3M വാഷ്, പിന്നെ കോമ്പൗണ്ട് പെയിന്റിന് ഷൈൻ കിട്ടാനായിട്ട്, പിന്നെ ആ മാഗ്നത്തിന്റെ സ്പ്രേ. അത് ഡാഷ്ബോർഡ് ഷൈനറാണ്. അപ്പോൾ എവിടെയെല്ലാം ഡാഷ്ബോർഡ് പോലത്തെ മെറ്റീരിയൽ ഉണ്ട് അവിടെയെല്ലാം ഞാൻ ആ മാഗ്നത്തിന്റെ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യും. അടിപൊളി സാധനമാണ്, വണ്ടി കിടുവായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ 3 പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ, അതുപോലെ 3 പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആമസോണിൽ പോയിട്ട് സാധനം വാങ്ങാം. വ്ളോഗിങ് ചെയ്യുന്നതിൽ ഏറ്റവും പാട് ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ ആംഗിൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റാൻഡ്. ഇതിന് മുകളിലാണ് ഞാൻ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നത്. അയ്യോ, ഐഫോണാണ്. എന്ത് പാടല്ലേ വ്ളോഗിങ് ചെയ്യുന്നവരൊക്കെ നമുക്ക് സമ്മതിക്കണം. എസ്പെഷ്യലി ഡെയിലി വ്ളോഗ് ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ടും പറയാം. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇന്ന് പുറത്തൊന്നും പോയില്ല. ഇന്ന് ചെയ്തൊരു കാര്യം വണ്ടി കഴുകി, പിന്നെ പെറ്റ്സിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തു, പിന്നെ ഇപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ നിങ്ങളെയും കാണിക്കണം. അപ്പോൾ ആംഗിൾ സെറ്റ് ചെയ്യണം, ക്യാമറ ഫിക്സ് ചെയ്യണം, അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്യണം സാധനങ്ങളെല്ലാം. വലിയ പാടാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലാണ് വെണ്ടയ്ക്ക. അപ്പോൾ ഞാൻ ഒരു കുന്ന് വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അഞ്ജലി ലോഗൗട്ട് ചെയ്ത് വന്ന് പ്രിപ്പയർ ചെയ്യും. മൊത്തം ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ ഹാഫ് മതി ഇന്നത്തേക്ക്. അപ്പോൾ ഹാഫ് വച്ചേക്കും. അഞ്ജലി ആക്ച്വലി ജോലിയിലാണ്, നല്ല ജോലിയാണ് ആൾക്ക്. അപ്പോൾ ലോഗൗട്ട് ചെയ്തില്ല, സമയം 9 ആയി എന്നിട്ട് ലോഗൗട്ട് ചെയ്തില്ല. അപ്പോൾ ലോഗൗട്ട് ചെയ്ത് വന്ന് ഇതൊക്കെ റെഡി ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ തന്നെ കുക്ക് ചെയ്താൽ പിന്നെ ഞാൻ തന്നെ കഴിക്കാൻ വലിയ പാടാണ്. അതാണ് ഇപ്പോൾ അഞ്ജലിക്കായിട്ട് വെയിറ്റ് ചെയ്യണത്. അതാവുമ്പോൾ രണ്ടുപേരും കഴിച്ചോളൂ. എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ അരിച്ച വെണ്ടയ്ക്ക? നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ടല്ലേ.
ഇതുപോലെ കറി വെച്ച് വയറ്റി പോയാൽ മതിയായിരുന്നു. ഒരു രക്ഷയില്ല ഗൈസ്, അഞ്ജലി ഇപ്പോഴും മീറ്റിംഗിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഈശ്വര, ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ കാണിക്കാനുള്ള എനർജി ഇല്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വ്ലോഗ്. ജീവൻ ഉണ്ടെങ്കിൽ നാളെ കാണാം. ബൈ ബൈ. About to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, no